എങ്ങനെയുണ്ടാകും? വ്യത്യസ്ത കലാസൃഷ്ടികൾ കൊണ്ട് എന്നും ശ്രദ്ധേയനായ ഡാവിഞ്ചി സുരേഷാണ് ഐസിൽ പെയിന്റ് അടിച്ച 70 അടി വലുപ്പമുള്ള ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അതും അങ്ങ് ലേയിലെ തണുത്തുറഞ്ഞ താഴ്വരയിലാണ്. നമുക്കൊന്ന് കണ്ടുവരാം. കൊടും തണുപ്പിൽ മഞ്ഞുമൂടി കിടക്കുന്ന ലേയിലെ ഒരു താഴ്വാരം. അവിടെ ഐസിൽ വ്യത്യസ്ത ചായക്കൂട്ടുകൾ കൊണ്ട് വിസ്മയം തീർക്കാൻ തൃശൂർ സ്വദേശിയായ ഡാവഞ്ചി സുരേഷും സംഘവും. ലേയിലെ പോലീസിന്റെ പ്രത്യേക അനുമതിയോടും ആർമി ഉദ്യോഗസ്ഥരുടെ സഹായത്തോടും കൂടിയാണ് മഞ്ഞിൽ ചിത്രമൊരുക്കിയത്. നിരവധി പരീക്ഷണങ്ങൾക്കൊടുവിൽ എമൽഷൻ സ്റ്റെയിനുകൾ ഉപയോഗിച്ച് -12 ഡിഗ്രി തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ഐസുകട്ടകൾക്ക് മുകളിൽ ഒരു ചിത്രം. തണുത്തുറഞ്ഞ ആ പ്രതലത്തിൽ 6 മണിക്കൂർ കൊണ്ടാണ് 70 അടി വലിപ്പമുള്ള ചിത്രം പൂർത്തിയാക്കിയത്. ഡാവഞ്ചി സുരേഷ് തന്റെ 98ാമത്തെ മീഡിയമായ ഐസുകട്ടയിലെ പെയിന്റിംഗ് ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായാണ് ഒരുക്കിയത്. 70 അടി വലുപ്പത്തിൽ മഹാദേവ ചിത്രം. ഒരുപാട് വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടടക്കുന്ന ഒരാഗ്രഹമാണ് ഐസുംകട്ടയിൽ പെയിന്റ് അടിക്കണം എന്നുള്ളത്. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഈ ഒരു ലേ ലഡാക്കിൽ ഇങ്ങനെ ഒരു ഐസുംകട്ടയിൽ നമ്മളിങ്ങനെ ഒരു വലിയൊരു മഹാദേവന്റെ ചിത്രം ചെയ്യാനായിട്ട് നമുക്ക് അവസരം തന്നത് ശരിക്കും പറഞ്ഞാൽ കൈലാസം മെഡിറ്റേഷൻ ആശ്രമത്തിന്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള ആചാര്യ ആർ വിശ്വനാഥാണ്. ഫെബ്രുവരി 9-നാണ് പുതിയ ദൗത്യവുമായി ഡാവഞ്ചി സുരേഷും സംഘവും ലഡാക്കിലേക്ക് എത്തിയത്. കേരളത്തിൽ വരാനിരിക്കുന്ന കൈലാസം മെഡിറ്റേഷൻ ആശ്രമമാണ് ഇതിനായി സുരേഷിന് സഹായവുമായി മുന്നോട്ട് വന്നത്. ഇതുപോലൊരു കാര്യത്തിന് വേണ്ടി ഇത്രയും 3 വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആരും ചെയ്യില്ല. എല്ലാവരും എന്തെങ്കിലും ഒന്ന് പരിശ്രമിച്ച് നോക്കി അപ്പോൾ തന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ടുകളയുന്നവരാണ്. പക്ഷേ നിരന്തരമായ പരിശ്രമം നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് മഹാദേവൻ ഇന്ന് ഈ മഹാശിവരാത്രിയോടനുബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അതൊരു ജീവിതത്തിലൊരു പാഠമാവട്ടെ. കൈലാസം ഗ്ലോബൽ ട്രസ്റ്റ് പ്രതിനിധി ആചാര്യൻ ആർ വിശ്വനാഥൻ, സിംബാദ്, സുരേഷിന്റെ മകൻ ഇന്ദ്രജിത്ത് ഡാവഞ്ചി എന്നിവർ ലഡാക്കിൽ ഈ ചിത്രം തീർത്ത സംഘത്തിലുണ്ടായിരുന്നു. സുരേഷിന്റെ വർഷങ്ങളായുള്ള ആഗ്രഹമാണ് ഇതോടുകൂടി നിറവേറ്റിയത്. കൊടുങ്ങല്ലൂർ സ്വദേശിയായ റിട്ടയർ മേജർ ജനറൽ ഡോക്ടർ വിവേകാനന്ദനാണ് അനുമതിപത്രം ഉൾപ്പെടെ ഇന്ത്യൻ ആർമിയുടെ സഹായങ്ങളെല്ലാം ഒരുക്കി നൽകിയത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. ഗംഭീരമല്ലേ? ശരിക്കും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. MS ലിഷോയ് നമുക്കൊപ്പം ചേർന്നുണ്ട്. ലിഷോയ്, ഡാവിഞ്ചി സുരേഷിന്റെ പല പരീക്ഷണങ്ങൾ, വ്യത്യസ്തമായ കലാസൃഷ്ടികൾ നമ്മൾ പലപ്പോഴായി തത്സമയം റിപ്പോർട്ടറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ചക്ക കൊണ്ടും ബിസ്ക്കറ്റ് കൊണ്ടും നെൽപ്പാടത്തും ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഐസിൽ ഇങ്ങനെ പെയിന്റ് ചെയ്യുന്നതും അതും ഗംഭീരം. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും അതിമനോഹരമാണ് ഈ ഒരു കലാസൃഷ്ടി എന്ന് തന്നെ പറയാം, അല്ലേ? അതിമനോഹരമായ ഒരു ചിത്രം തന്നെയാണ് ഡാവഞ്ചി സുരേഷ് ഒരുക്കിയിരിക്കുന്നത്. ലേയിലെ ആ ഐസിന് മുകളിൽ ഇത്രയധികം മണിക്കൂറുകളോളം അവിടെ നിന്ന് ഇത്തരത്തിലൊരു ചിത്രം ഒരുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല. മാത്രമല്ല, നമ്മൾ പലപ്പോഴും സിനിമയിലൊക്കെ ഒരു കളിയാക്കിക്കൊണ്ടുള്ള ഒരു ഡയലോഗൊക്കെ പറയും, ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കല്ലേ എന്നുള്ളത്. പക്ഷേ ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കാം എന്നുള്ളതും അത് എത്ര മനോഹരമാക്കാമെന്നുള്ളതും അതുകൊണ്ട് എത്രത്തോളം മനോഹരമായ, എത്രത്തോളം വലുപ്പത്തിൽ ചിത്രം അത് ഒരുക്കാമെന്നുള്ളതാണ് ഡാവഞ്ചി സുരേഷ് ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ ചിത്രം സോഷ്യൽ മീഡിയയിൽ ആകമാനം വലിയ ഒരു വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, അത് വെറും ഒരു ചിത്രം ഉണ്ടാക്കുക മാത്രമല്ല, ഒരു ജീവനുള്ള ഒരു ചിത്രം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ ആ ഒരു ചിത്രത്തിൻ്റെ ഒരു ഭംഗി അത് ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായി എന്തായാലും കണക്കാക്കുന്നത്. മാത്രമല്ല, ഇത്രയേറെ മണിക്കൂറുകൾ അവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു ചിത്രം ഉണ്ടാക്കുക മാത്രമല്ല, അവിടെ കാര്യമല്ല. തണുത്തുറഞ്ഞ മഞ്ഞിൽ അങ്ങനെ നിന്ന് ആ ചിത്രം വരച്ചെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഡാവിഞ്ചി സുരേഷ് മുൻപ് പറഞ്ഞിട്ടുള്ളത്, കുറച്ചു കാലം മുൻപ് പറഞ്ഞിട്ടുള്ളത് 100 മീഡിയത്തിലൂടെ ഇങ്ങനെ കലാസൃഷ്ടികൾ ചെയ്യണമെന്നതാണ്. ഇപ്പോൾ ഐസിൽ വരച്ചത് 98ാമത്തേതാണ്. പക്ഷെ 100-ലൊന്നും ആ കണക്ക് നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയും ഇതുപോലുള്ള ഒരുപാട് കലാസൃഷ്ടികൾ ഡാവിഞ്ചി സുരേഷിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ.